ഹായ് ഗായ്സ്, എല്ലാവർക്കും RK മീഡിയയുടെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എബിലിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഇന്ന് ഒരു സൗത്ത് സോൺ ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. കുറേ സ്റ്റേറ്റിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ട് ഇന്ന് ഇവിടെ മാറ്റിവയ്ക്കുകയാണ്. നമ്മൾ എറണാകുളം ആലുവയിൽ വെച്ച് നടന്ന ഒരു ചെസ് ടൂർണമെൻറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അവിടെ നിന്ന് ടോപ്പ് 15-ലെത്തിയ ജനറൽ കാറ്റഗറിയിലെത്തിയ ആളുകളും ടോപ്പ് 5-ലെത്തിയ ജൂനിയേഴ്സും വുമൻസും ഒക്കെ കൂടിയാണ് ഇവിടെ ഇന്ന് മാറ്റിവയ്ക്കുന്നത്. അതുപോലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് സെലക്ഷൻ വാങ്ങിയവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് മുസ്തഫ, ഇത് റിജിൽ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഒരു ടൂർണമെൻറ്റിൻ്റെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ടോട്ടം ടാപ്പ് ചെയ്താണ്. കേട്ടോ നമ്മുടെ മുസ്തഫ, അവനെ പരിചയപ്പെടുത്തും. ഓക്കെ, എൻ്റെ പേര് മുസ്തഫ. ഞാൻ GHSS കാസർഗോഡിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കേട്ടോ. നമ്മളിപ്പം എബിലിറ്റി ഫൗണ്ടേഷൻ്റെ ആ ഒരു സ്ഥാപനത്തിലാണുള്ളത്. നമ്മളിപ്പം വെള്ളിയാഴ്ചത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നിവിടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, പോണ്ടിച്ചേരി, കർണാടക ഇങ്ങനെ 6ഓളം സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇന്നിവിടെ മാറ്റിവയ്ക്കുകയാണ് കേട്ടോ. ഓരോ സ്റ്റേറ്റിലും നടന്ന സെലക്ഷൻ ചെസ് മത്സരത്തിൽ നിന്ന് സെലക്ഷൻ നേടിയവരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ടോപ്പ് 15-ലെത്തുന്ന ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ടോപ്പ് 10-ലെത്തുന്ന ജൂനിയർ കാറ്റഗറിയിലുള്ള ആളുകൾക്കും സൗത്ത് സോണിനെ പ്രതിനിധീകരിച്ച് നാഷണൽ കളിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ശാന്തമായ ഒരു പ്രദേശത്തേക്ക് വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പള്ളിയുടെ മുമ്പിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം ഇതിനകത്ത് കയറിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പള്ളി. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. ഇവിടുത്തെ സ്റ്റുഡൻസിനായിട്ട് ഇവർ തയ്യാറാക്കിയിട്ടുള്ള പള്ളിയാണ്. ഇവിടെ നിന്ന് കയറിയിട്ട് ഈ ഒരു ഡോർ വഴി ഇങ്ങനെ ഇതിനകത്തേക്ക് വരണം. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഖുർആനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, അത് സാധാ ഒരു ഖുർആനാണ്. പക്ഷേ ആ കാണുന്നത് അത്ര സാധാരണ ഒരു ഖുർആനല്ല. അതെന്ന് പറയുന്നത് ബ്രെയിൽ ലിപിയിലുള്ള ഒരു ഖുർആനാണ്. കൂട്ടുകാരെ, ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് സാധാരണ ഖുർആൻ കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഖുർആനുണ്ട്. ആ ഖുർആൻ എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ധാരാളം കുത്തുകൾ വരുന്നുണ്ട്. ഈ കുത്തുകൾ തൊട്ടുകൊണ്ട് കാഴ്ചയില്ലാത്തവർക്ക് ഖുർആൻ ഓതാൻ വേണ്ടി സാധിക്കും. കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് കേട്ടോ ഇത്. ഈ ഖുർആൻ തന്നെയാണ് ഇതും സംഭവം വരുന്നത്. ഈ ഖുർആൻ ഒരു ഖുർആനായിട്ട് 30 ജുസ് ആണെങ്കിൽ ഈ ഒരു ഖുർആനിൽ 5ഓളം ജുസ് വരുന്ന രീതിയിൽ 6 വാള്യങ്ങളായിട്ടാണ് കേട്ടോ വരുന്നത്. കാഴ്ചയില്ലാത്ത ആളുകൾ ഇതിങ്ങനെ സ്പർശിച്ചിട്ട് ഖുർആൻ ഓതും. അങ്ങനെ നമുക്ക് സ്പർശിച്ചിട്ട് ഖുർആൻ ഓതാൻ സാധിക്കും. അങ്ങനത്തെ ഒരു 6ഓളം കുറേ വാള്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മക്കയിലും മദീനയിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ചെസ് ടൂർണമെൻറ്റിനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഇന്ന് 20-ാം തീയതി, ഇന്ന് 3 റൗണ്ട്, നാളെ 21 3 റൗണ്ട്, മറ്റന്നാൾ 22 2 റൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെസ് മത്സരം നടക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുക തേരാപ്പാര ചിങ്കട്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഒരു ഊഞ്ഞാലയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്ന് ഇവിടെ വന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അപ്പം നമുക്ക് ഈ ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പാർട്ട് വീഡിയോസായി ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കില്ലൻ വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ് മുസ്തഫ, ബായ്. പിന്നെ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ എടുക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങളെ കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ വീഡിയോസിന് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും നമ്മളെ വീഡിയോ ഫുള്ള് കാണുമെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.